രക്ഷപ്പെട്ട പ്രതിയുടെ പേരിൽ 10 കേസുകൾ നിലവിലുണ്ട് എന്നതാണ്. ഇവർ കണ്ടെയ്നർ ഉപയോഗിച്ച് കാർ കടത്താൻ ശ്രമം നടത്തുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. റാഫി കരീമുണ്ട് വിവരങ്ങളുമായി. റാഫി, ഇവർ അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ്, അതായത് ക്രിമിനലുകളാണ് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരെയാണ് കേരള പോലീസ് പിടികൂടിയത്. വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായും മോഷ്ടാക്കൾ തന്നെയാണ് എന്ന്, ഇവർ പ്രതികൾ തന്നെയാണ്. ഈ നിലവിൽ ഇവിടെ പിടിയിലായ ആളുകൾ പ്രതികളാണ് എന്നുള്ള സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. എന്നാൽ ഇവർ പ്രതികൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പനങ്ങാട് പോലീസ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയിരിക്കുന്ന ആൾ ഈ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട വെന്റിലേഷൻ തകർത്ത് രക്ഷപ്പെട്ടയാൾ. അയാൾക്ക് 10 കേസുകൾ, മോഷണ കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ട് എന്നുള്ള വിവരമാണ്. ഏറ്റവും വളരെ നൊട്ടോറിയസ് ആയ മോഷ്ടാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. തമിഴ് കാർ കടത്തി കേരളത്തിലേക്ക് കടന്നതാണ് ഈ സംഘം. എന്നാൽ കണ്ടെയ്നറിനകത്ത് ഈ കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഗ്യാസ് കട്ടറുകൾ അടക്കം കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു രീതിയും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ വാഹനം കിടക്കുന്ന സ്ഥലം അവർ ആദ്യം കണ്ടെത്തും. അതിനുശേഷം ഈ വാഹനത്തിന് സമീപമായി കണ്ടെയ്നർ പാർക്ക് ചെയ്യും. അങ്ങനെ ഒരു 1-2 മണിക്കൂർ കണ്ടെയ്നർ പാർക്ക് ചെയ്ത് ആദ്യം ഇവർ ഒരു പരീക്ഷണം നടത്തും. അതിനുശേഷം ഇവർ മടങ്ങിപ്പോകും. പിന്നീട് രാത്രിയിലെത്തി ഇതേ സ്ഥലത്ത് വീണ്ടും കണ്ടെയ്നർ പാർക്ക് ചെയ്തതിനു ശേഷം വാഹനത്തിന്റെ ലോക്ക് തകർത്ത് ഈ വാഹനം മോഷ്ടിച്ച വാഹനം കണ്ടെയ്നറിനകത്താക്കി രക്ഷപ്പെടുന്നതാണ് രീതി. രാജസ്ഥാനിൽ നിന്നാണ് ഈ സംഘം പുറപ്പെടുന്നത്. പിന്നീട് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഈ നിലയിലുള്ള മോഷണങ്ങൾ നടത്തി. സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ഒടുവിലായി ഇവർ കഴിഞ്ഞ 3 മാസത്തോളം കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ നടത്തിയ മോഷണത്തിനിടെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങളിലാണ് കണ്ടെയ്നർ ഈ മോഷണത്തിനായി ഉപയോഗിക്കുന്നതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. ആ കണ്ടെയ്നർ പിന്നീട് പോലീസ് ട്രേസ് ചെയ്യുന്നതിൽ നിന്നാണ് കണ്ടെയ്നർ കേരളത്തിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നു. തുടർന്ന് ഈ വിവരം പോലീസിന് കൈമാറുന്നു. അതിനുശേഷം പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന വിവരം കൂടി പോലീസിന് ലഭിക്കുന്നു. ആ പാലിയേക്കര ടോൾ പ്ലാസ കടന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. നാഷണൽ ഹൈവേ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് കണ്ടെയ്നർ പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് 3 പേരെ പോലീസിന് പിടികൂടാൻ കഴിയുന്നത്. ഈ സമയത്ത് കണ്ടെയ്നറിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് കരുതുന്ന 14-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ മോഷണം നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് കരുതുന്ന വാഹനം കണ്ടെയ്നറിനകത്തുണ്ടോ എന്നുള്ള പരിശോധനയാണ് പോലീസ് നടത്തിയത്. എന്നാൽ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ വാഹനത്തിനകത്ത് ഇത്തരത്തിലുള്ള കണ്ടെയ്നർ ഒളിപ്പിച്ച് കടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിശദമായി ചോദ്യം ചെയ്യുന്നതിനും മറ്റു പരിശോധനകൾക്കുമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനിടെയാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രതി ഇവിടെ നിന്ന് ബാത്റൂമിന്റെ വെന്റിലേഷൻ തകർത്ത് ശ്രമങ്ങളാണ് പോലീസ് നടത്തിയത്. അങ്ങനെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ആ വിവരങ്ങളിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എവിടെയോ ഈ പ്രതി ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന്. നാട്ടുകാർ നൽകിയ വിവരങ്ങളിൽ തന്നെ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രായം മികച്ച കായികക്ഷമതയുള്ള ഒരാളാണ് എന്നുള്ളത് നാട്ടുകാരുടെ വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പിന്നീട് ഈ പോലീസ് സ്റ്റേഷന്റെ പുറകുവശം കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന പോലീസ് നടത്തുന്നു. ആ പരിശോധനയിൽ നാട്ടുകാരും ഒപ്പം ചേർന്ന് പോലീസിനെ കണ്ടെത്താൻ